മാധ്യമജാലകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ അമ്മു VP ജേർണലിസം വിദ്യാർത്ഥിയാണ്. വർത്തമാന കാലഘട്ടത്തിലെ പത്രങ്ങളുടെ അവസ്ഥയും പത്രങ്ങൾക്ക് ഭാവിയിൽ എന്തെല്ലാമാണ് നൽകാനുള്ളത് എന്ന് മാധ്യമജാലകത്തിൽ വർത്തമാന പത്രങ്ങളുടെ രൂപം വിവരിക്കുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പ്രഭാതത്തിൽ വിടർന്ന് സന്ധ്യയ്ക്ക് കൊഴിയുന്ന ഒരു ദിനപുഷ്പം അല്ല വർത്തമാന പത്രം എന്ന് പറയുന്നത്. അതിന് ഭൂതകാലത്ത് നിലനിൽപ്പുണ്ട്, ഭാവിയിലേക്ക് അതിനൊരു നോട്ടവുമുണ്ട്. ഒരു റോമൻ ദേവനുണ്ട്, ജാനൂസ് എന്ന പേരിൽ. അതിൽ നിന്നാണ് ഈ ജനുവരി എന്ന മാസത്തിന് പേര് കിട്ടിയത്. ജനുവരിയുടെ പ്രത്യേകത, അതിനൊരു കഴിഞ്ഞ വർഷത്തേക്കുള്ള ഒരു കാഴ്ചയുണ്ട്, അതുപോലെ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ചും അതിന് കാഴ്ചയുണ്ട്. പത്രങ്ങളുടെ അവസ്ഥയും അങ്ങനെയാണ്. ഭൂതവും ഭാവിയും വർത്തമാനത്തോടൊപ്പം പത്രത്തിന് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. വാണിജ്യ താല്പര്യങ്ങൾക്ക് പത്രങ്ങൾ വിധേയരാകുമ്പോൾ വായനക്കാർ തെറ്റിദ്ധരിക്കപ്പെടുകയാണോ അതോ പത്രം ഉൽപ്പന്നമായി മാറുകയാണോ എന്നുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. ഈയിടയ്ക്ക് ഒരു മാർക്കറ്റിംഗ് ഫീച്ചറിൻ്റെ ഭാഗമായി 25 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിയേക്കാനിടയുള്ള പത്രത്തിൻ്റെ 1-ാം പേജ് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. വലിയ വായനക്കാരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. തങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ചിലർ കോടതിയിലേക്കും പോയിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ഈസ് എ പ്രോഡക്റ്റ് എന്ന് കുറേ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഈ ആഗോളീകരണ കാലത്തെ മൂലധനത്തിൻ്റെ ആധിപത്യത്തിൽ കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ പത്രം ഉൽപ്പന്നമാണെങ്കിൽ അതൊരു സേവനം കൂടിയാണ്. അവിടെ ന്യൂനതയുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഉപഭോക്താവായി മാറിയ വായനക്കാരൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചാൽ, അത് കേൾക്കുമ്പോൾ കൗതുകമായി തോന്നിയേക്കാമെങ്കിലും അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. ഏതായാലും ഈ രീതിയിൽ പഴയ പത്രങ്ങൾ, പഴയ കാലത്ത് ഓരോ സംഭവങ്ങൾ അവ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നൊക്കെ അറിയുന്നതിന് കൗതുകം ഉണ്ടാവാറുണ്ട്. വരാനിരിക്കുന്ന പത്രം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ 100 വർഷം പൂർത്തിയാക്കിയ കുറേ പത്രങ്ങളുണ്ട്. ദീപികയുണ്ട്, മലയാള മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, കേരള കൗമുദിയുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളുടെ കൂട്ടത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ദ ഹിന്ദു ഉണ്ട്. ചരിത്രത്തിലെ പത്രങ്ങൾ വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കൗതുകകരമാണ്. ഭൂതകാലത്തിലെ വാർത്തകളെ പത്രങ്ങൾ തന്നെ അവതരിപ്പിക്കുമ്പോൾ ആ കൗതുകത്തിന് ആക്കം കൂടുന്നു. 100 വർഷം മുമ്പ് ഉള്ള വാർത്തകൾ ചെറുതായിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ കൊടുക്കാറുണ്ട്. ഈ 100 വർഷം മുമ്പുള്ള വാർത്ത എന്ന് പറയുമ്പോൾ അന്നത്തെ സംഭവത്തിൻ്റെ കൗതുകം മാത്രമല്ല, അന്നത്തെ ഭാഷാരീതി, പത്രഭാഷ അതെങ്ങനെയായിരുന്നു, നമുക്ക് ഇന്ന് പരിചയമുള്ള രീതിയിലുള്ള കൗതുകമുള്ള, പുതുമയുള്ള, സജീവതയുള്ള പത്രഭാഷയായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. എന്നാലും അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ 100 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വാർത്ത എന്ത് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ടൈം ക്യാപ്സൂളിൽ നമ്മൾ കയറി ആ കാലത്ത് ചെന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും കൗതുകം തോന്നുന്ന വാർത്തകളും ആ കൂട്ടത്തിൽ കാണാറുണ്ട്. ഞാൻ പതിവായി ശ്രദ്ധിക്കുന്ന ഒരു കോളം തന്നെ അതാണ്. എഡിറ്റ് പേജിൽ കാണുന്ന ഈ 100 വർഷം മുമ്പ് എന്ന വാർത്ത. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഈ പോയ കാലത്തെക്കുറിച്ചുള്ള ആളുകളുടെ കൗതുകം അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ജനിച്ചത് 1991 മെയ് 16-നാണ്. അന്നത്തെ പ്രധാന വാർത്തകളും പത്ര തലക്കെട്ടുകളും എന്തായിരുന്നുവെന്നറിയാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പലർക്കും അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ജനിച്ച ദിവസം ലോകത്ത് എന്ത് നടന്നു? ഇങ്ങനെയൊരു പങ്ക്തി പത്രത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? വ്യത്യസ്തമായ ഒരു ജന്മദിന സമ്മാനം നൽകുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ. നമ്മൾ ജനിച്ച ദിവസം ഈ ലോകത്ത് എന്താണ് സംഭവിച്ചത് എന്ന കൗതുകത്തിലൂടെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ സമ്മാനം നൽകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ജന്മദിന സമ്മാനം നൽകണമെങ്കിൽ ആ ആൾ ജനിച്ച ദിവസത്തെ പത്രം ടൈംസ് ഓഫ് ഇന്ത്യ അതിൻ്റെ 1-ാം പേജ് ആ ആളുടെ പേര് അച്ചടിച്ച് തരും സഹിതം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി കൊടുക്കാം. ഒരു പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് എന്ന് പറയാം. കാരണം നമ്മുടെ പേര് കൂടി അവിടെ കാണും. നമ്മൾ ജനിച്ച ദിവസം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. അന്നത്തെ പത്രം ഏതായാലും ആരും കണ്ടിട്ടുണ്ടാവില്ല. ആ പത്രം ആരുടെ കയ്യിലും ഉണ്ടാവുകയുമില്ല.
പക്ഷെ അന്ന് നമ്മൾ ജനിച്ച ദിവസം ഈ ലോകം എങ്ങനെ ഇരുന്നു എന്നറിയുന്നതിനുള്ള കൗതുകം അത് ഉണർത്താൻ കഴിഞ്ഞാൽ അതത്ര ചെറിയ ഒരു കാര്യമല്ല. ഇന്നത്തെ ലോകം എങ്ങനെയായിരുന്നിരിക്കും? ഇപ്പോൾ ഞാൻ ജനിച്ച ദിവസം വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയില്ല. എനിക്കിപ്പോൾ എൻ്റെ ജനന തീയതി വെച്ച് നോക്കുമ്പോൾ ഞാൻ ജനിച്ചത് സ്വതന്ത്ര ഭാരതത്തിലല്ല. ഞാൻ ജനിച്ചത് തിരുവിതാംകൂറിൽ ഒരു മഹാരാജാവ് നാടുവാഴുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രജ ആയിട്ടാണ്. ഇനി കുറെ കൂടി വിശാലമായി പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രജ ആയിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ പൗരൻ ആയപ്പോഴാണ് നമ്മുടെ ഭരണഘടന വന്നപ്പോഴാണ്. ആ ഭരണഘടന വരികയും രാജ്യം റിപ്പബ്ലിക്കാവുകയും ചെയ്ത ആ ദിവസം നമ്മുടെ പത്രങ്ങൾ എങ്ങനെയായിരിക്കും ഇറങ്ങിയിരുന്നത്? ആ കൗതുകത്തിന് ഞാൻ പാർലമെന്റ് ലൈബ്രറിയിൽ പഴയ പത്രങ്ങൾ നോക്കിയപ്പോൾ അന്നത്തെ 1950 ജനുവരി 27 ഇറങ്ങിയ ഹിന്ദുസ്ഥാൻ ടൈംസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 8 കോളത്തിലുള്ള ബാനർ ഹെഡ്ലൈൻ ആ പത്രം കൊടുത്തിരുന്നത് ഇന്ത്യ ഗോസ് ഗേ എന്നാണ്. ഗേ, GAY. ആ വാക്കിൻ്റെ ഇന്നത്തെ അർത്ഥം എല്ലാവർക്കും അറിയാം. പക്ഷെ അന്ന് ഇന്നത്തെ അർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിച്ചിരുന്നത്. അത് ഒരു ആഹ്ലാദിച്ചുല്ലസിക്കുക, ഒരു തിമിർത്ത് ആനന്ദിക്കുക എന്നൊക്കെ പറയുന്ന വാക്കാണ് ഗേ. അതുകൊണ്ട് റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ട ആ ദിവസം രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം അത്രമാത്രം ആഘോഷത്തിമിർപ്പിലാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഗേ, ഇന്ത്യ ഗോസ് ഗേ എന്ന തലവാചകം അന്ന് പത്രം ഉപയോഗിച്ചത്. അപ്പോൾ വാക്കുകൾക്ക് തന്നെ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നു. അത് ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിലും ഏത് ഭാഷയിലും നമ്മൾ ഉപയോഗിച്ചിരുന്ന രീതിയിലല്ല വാക്കുകൾ ഇന്ന് ഉപയോഗിക്കുന്നത്. വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം വരുന്നുണ്ട്. അതൊക്കെ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. പുതിയ വാക്കുകൾ വരുന്നുണ്ട്. പുതിയ വാക്കുകൾ വരുമ്പോൾ അതിന് ദ്വയാർത്ഥവും വ്യംഗ്യാർത്ഥവും നിഗൂഢാർത്ഥവും ഒക്കെ കാണും. അതുമൊക്കെ ഇപ്പോൾ കോടതിയുടെ പരിശോധനയ്ക്ക്, പോലീസിൻ്റെ പരിശോധനയ്ക്ക്, കേസിന് കാരണമൊക്കെയായി മാറുന്ന കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാലത്ത് നമുക്ക് ഈ പത്രങ്ങളുടെ പരിശോധന എന്ന് പറയുന്നത് ഇന്ന് രാവിലെ കണ്ടു, വൈകുന്നേരത്തോടെ എടുത്തു മാറ്റുന്നതിന് വിൽപ്പനയ്ക്ക് വേണ്ടി മാറ്റുന്ന പഴം പത്രമായി അതാണ് സാധാരണ ഒരു പത്രത്തിൻ്റെ പരിണാമം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്ത് പത്രങ്ങൾക്ക് ഒരു സമ്പന്നമായ ഭൂതകാലമുണ്ട്, പ്രതീക്ഷാനിർഭരമായ ഭാവി കാലവുമുണ്ട്. ആ ഭാവിയെക്കുറിച്ച് പത്രങ്ങളിൽ നിന്ന് നമ്മൾ പലതും മനസ്സിലാക്കുമ്പോൾ എന്താണ് പണ്ട് സംഭവിച്ചത് എന്നറിയുന്നതിന് ആ സംഭവങ്ങൾ അന്നത്തെ പത്രങ്ങൾ ഏത് രീതിയിൽ ആവിഷ്കരിച്ചു എന്നുകൂടി അറിയുന്നതിനുള്ള കൗതുകം, ആ കൗതുകത്തെ അതൊരു ബലഹീനതയായി കണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ തന്നെയായിരിക്കണം ടൈംസ് ഓഫ് ഇന്ത്യ ഈ പേഴ്സണലൈസ്ഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന നിലയിൽ ആ പത്രത്തിൻ്റെ നിങ്ങൾ ജനിച്ച ദിവസത്തെ 1-ാം പേജ് അതേപടി അതൊരു സൂക്ഷിച്ചു വയ്ക്കാവുന്ന രൂപത്തിലാക്കി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ പ്രതീക്ഷ, ഈ പത്രങ്ങൾ ഇല്ലാതാകുന്നു എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ആശങ്കയായി ആർക്കും തോന്നുന്നില്ല. അതൊരു യാഥാർത്ഥ്യമായി എല്ലാവരുടെയും മുന്നിലുണ്ട്. അങ്ങനെ പത്രങ്ങൾ ഇല്ലാതാകുന്നു എന്നൊക്കെ പറയുന്ന ഈ കാലത്തും പത്രങ്ങളുടെ പ്രസക്തി കുറയുന്നില്ല. അത് അന്നന്നത്തെ പത്രം മാത്രമല്ല, നാളത്തെ പത്രം എങ്ങനെയായിരിക്കും എന്ന് അറിയുന്നതിനുള്ള കൗതുകം ഒരു വശത്ത്, ഇന്നലെ കഴിഞ്ഞുപോയ നാളുകളിലെ പത്രം എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കാണുന്നതിനുള്ള ഒരു കൗതുകം അത് മറുവശത്ത്. ഏത് രീതിയിലായാലും പത്രം എന്നത് ശ്രദ്ധിക്കേണ്ടതായ ഒരു മാധ്യമം തന്നെയാണ് എന്ന ചിന്ത നമുക്കെല്ലാം ഉണ്ടാകുന്നുണ്ട്. കാരണം അത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. വ്യക്തിയെ സംബന്ധിച്ചായാലും സമൂഹത്തെ സംബന്ധിച്ചായാലും രാഷ്ട്രത്തെ സംബന്ധിച്ചായാലും പത്രം എന്ന് പറയുന്നത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. ഇംഗ്ലീഷിൽ പറയുമല്ലോ, ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി, ഇതിനെക്കുറിച്ച്, ജേർണലിസത്തെക്കുറിച്ച്. അപ്പം ഇന്ന് ഒരു ലേഖകൻ, ഒരു റിപ്പോർട്ടർ തയ്യാറാക്കുന്ന വാർത്ത, ആ വാർത്ത നാളത്തെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ കരട് രൂപമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നർത്ഥം. അപ്പോൾ നാളെ ചരിത്രമായി മാറേണ്ട വാർത്ത ഇന്ന് ഒരു റിപ്പോർട്ടർ, ലേഖകൻ അത് വാർത്തയാക്കുമ്പോൾ ഈ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ, കാലത്തോടും ചരിത്രത്തോടുമുള്ള ഉത്തരവാദിത്വം, ഭാവിയിൽ രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഭാവിയിലെ സംഭവങ്ങൾ ലോകം അറിയാൻ പോകുന്നത്, ഓർത്തെടുക്കാൻ പോകുന്നത് തങ്ങൾ ഇന്നെഴുതുന്ന ഈ
വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സത്യസന്ധമായി, അല്ലെങ്കിൽ CP സ്കോട്ട് പറഞ്ഞതുപോലെ ഫാക്ട്സ് ആർ സേക്രഡ് എന്ന ചിന്തയോടെ വാർത്താ നിർമ്മിതിയിൽ ഏർപ്പെടാൻ കഴിയും. കൗതുകകരവും രസകരവുമാണ് ചില സംഭവങ്ങൾ. കേരള മുഖ്യമന്ത്രിയും ജനപ്രിയ രാഷ്ട്രീയ നേതാവുമായിരുന്ന EK നായനാരുമായി പത്രപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തെ ഓർമ്മിച്ചെടുക്കുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ K ബാലചന്ദ്രൻ. നായനാർ എന്ന അപൂർവ വ്യക്തിത്വം ഈ ഓർമ്മകളിൽ നിറഞ്ഞു പടരുന്നത് കാണാം. നായനാരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവിചാരിതമായി ഉണ്ടായൊരു ബന്ധമാണ്. അത് അന്ന് ഞാൻ കേരളമതി ജോലി ചെയ്യുമ്പോൾ കലാമതി, അപ്പോൾ എൻ്റെ അടുത്ത് കലാമതിയിൽ പറഞ്ഞ് അപ്പോൾ ഈ തമാശ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ മാധ്യമങ്ങൾക്കും ഒരു ഇരയായിട്ടും അതിൻ്റെ ഒരു സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്നത് CPM ആണ്. ലെഫ്റ്റ് പാർട്ടീസ് എന്ന് പറയാൻ പറ്റില്ല, CPM ആണെന്ന് തോന്നുന്നു. അതിനൊരു കാരണമുണ്ട്. കാര്യം അതിനെ സംബന്ധിക്കുന്ന CPM-നെ സംബന്ധിക്കുന്ന അനുകൂല വാർത്ത കൊടുത്ത് ആരും നോക്കാൻ പോകുന്നില്ല. അന്നും ഇന്നും എതിരെ ചാമ്പിയാൽ ആദ്യം നോക്കുന്നത് ശരിക്കും പാർട്ടിക്കാർ, മാർക്സിസ്റ്റുകാർ തന്നെ ആദ്യം നോക്കും. മനോരമ എടുത്ത് ആദ്യം മനോരമ വായിക്കുന്ന മാർക്സിസ്റ്റുകാർ വായിക്കുന്നത് ഇന്ന് നമ്മളെ പാർട്ടിക്കെതിരെ എന്തുണ്ട് അതറിയാനാണ് അവർ വായിക്കുന്നത്. ചാനലുകൾ നോക്കിയാൽ അത് പാർട്ടിക്കെതിരെയാണ്. അപ്പോൾ അവർ എന്താ പറയുന്നത്, ആ മാർക്കറ്റ് ആണ് അവർ സെല്ല് ചെയ്യുന്നത്. ചാനലായാലും പത്രങ്ങളായാലും സെല്ല് ചെയ്യുന്നു. ഇപ്പം മനോരമ എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ പത്രാധിപരുടെ ഇത് തന്നെ ഉണ്ട്. ഞാൻ ഇങ്ങനെ പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിരായിട്ടുള്ള നിലപാട് അങ്ങനെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയെ നിരന്തരം എതിർക്കുമ്പോഴും നല്ല വാർത്തകൾ മറ്റേ വാർത്തകൾ കൊടുക്കുമ്പോഴും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ കോളം EMSൻ്റെ നായനാരുടെ കോളം എത്രയോ കാലം ചെയ്ത് മരിച്ചുപോയ ഈ സോമനാഥാണ് പോയി നായനാരെ കണ്ട് രസകരമായ അതൊക്കെ കോളത്തിന് ഏറ്റവും കൂടുതൽ വായനക്കാരുള്ളൊരു സാധനമാണ്. അന്ന് രാജേന്ദ്രനാണെന്ന് തോന്നുന്നു AK സെൻറ്ററിൽ ഓഫീസ് സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ രാജേന്ദ്രൻ മുഴുവൻ ഞങ്ങളുടെ ഫോണിൽ വിളിച്ച്, അപ്പോൾ എനിക്ക് നേരെ അറിയോ ഒന്നുമില്ല, പ്രസംഗമൊക്കെ കണ്ട് വലിയ കുളിര് കോരിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പം AK സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുരളീധരൻ നായർ, EN മുരളീധരൻ നായരെ ബന്ധപ്പെടാൻ നമ്പർ വരുന്നു. മുരളീധരൻ നായരെ ബന്ധപ്പെടുന്നു. മുരളീധരൻ നായർ ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്നു. അപ്പോൾ നായർക്ക് എപ്പോഴും കൗമുദിയോട് വളരെ റിഗാർഡുള്ള ഒരാളാണ്. പണ്ട് ഒളിവിലിരുന്നപ്പോഴത്തേക്കും കേരളമതി ജോലി ചെയ്തൊരു എന്നുള്ള റിഗാർഡാണ്. എന്നെ അവസാനം വരെ പേട്ടക്കാരൻ എന്നാണ് വിളിക്കുന്നത്. പേട്ടക്കാരൻ പത്രസമ്മേളനത്തിൽ വെച്ച് വിളിക്കും, അവിടെ വെച്ച് ഇവിടെ വെച്ച് എല്ലായിടത്തും കാണുമ്പോൾ പേട്ടക്കാരൻ എന്നാണ് വിളിക്കുന്നത്. സ്നബ് ചെയ്യും ശരിക്ക്. അങ്ങനെയൊരു ഒരു ഇഷ്ടമാണ്. എനിക്ക് ഒരിക്കലും അതൊരു നയനാരങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വിഷമമൊന്നും തോന്നുന്നില്ല. മറ്റവർ കൂടെ ഇരിക്കുന്നവർക്ക് അവനെ 2 കിട്ടിയല്ലോ എന്നുള്ള വിചാരിക്കും. പക്ഷേ എനിക്ക് സന്തോഷമാണ് നയനാർ പറയുന്നത്. എനിക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അവന് പേട്ടക്കാരന് വിവരമില്ല, തലയ്ക്കകത്ത് ആളില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് കാണാൻ പോയി. രാത്രിയാണ് കാണാൻ പോയി. അന്ന് ബൂട്ടാ സിംഗാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതാണ് കോണ്ടക്സ്റ്റ്. അതായത് ഇവിടെ ക്രമസമാധാനം തകർന്നു, കേന്ദ്രം പിരിച്ചുവിടും എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ബോംബ് പൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ക്രമസമാധാനം തകർന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയും. ബൂട്ടാ സിംഗ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇവിടെ ക്രമസമാധാനം പറഞ്ഞു, മറ്റേ മഴ വിടും, അന്വേഷിക്കാൻ വിടും, മറ്റാണ് മറിച്ചാണ് കേന്ദ്ര സംഘത്തെ വിടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുന്ന് പറഞ്ഞു വിട്ടു, നയനാരെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചിടരുത്, അങ്ങനെ വലിയ സീനിയറാണ് ആളാണ്, പിണക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇല്ല, ഞാൻ വേറെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബൂട്ടാ സിംഗിൻ്റെ കാര്യം പറഞ്ഞു. ആര് ബൂട്ടാ സിംഗ് ഓം വന്ന നമ്മളെന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു വളരെ വിചിത്രമായൊരു കയ്യാങ്ങ്യം നയനാർ കാണിച്ചു. അപ്പം ഒപ്പം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ഇത് പടമെടുത്തു. അപ്പോൾ കിട്ടിയില്ല, ആ ഫോട്ടോ കിട്ടിയില്ല. അതിന് മുമ്പ് നയനാർ കൈതാത്തപ്പോഴാണ് നയനാർ ഫോട്ടോ എടുക്കുന്നത്. നീ എടുത്തോ എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കൈ. അപ്പം ഇയാൾ ശങ്കരൻകുട്ടി വീണ്ടും ചട്ടപ്പെടാന്നങ്ങ് എടുക്കുക. അപ്പോൾ മുരളീധരൻ നേരെ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകാൻ നേരത്ത് പറഞ്ഞാൽ അത് കൊടുക്കരുത്, അതൊന്നും കൊടുക്കരുതെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വേറെ കുറേ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു
ആ സമയത്താണെന്ന് തോന്നുന്നു ഈ വേറൊരു കോൺട്രവേഴ്സിയും കൂടെ ഉണ്ടായി നയനാരെ സംബന്ധിച്ച്. മറ്റേ അമേരിക്കയിൽ ബലാത്സംഗം ചായ കുടി പോലെയാണെന്ന് അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നു. അതെല്ലാം കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുകയാണ്. അപ്പം ലിഫ്റ്റിൽ ഞാൻ, നയനാർ, ഫോട്ടോഗ്രാഫർ, മുരളി സാറ്, ഗൺമാൻ, മൂന്നാമത് നിലയിൽ താഴോട്ട്. അപ്പം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മുരളി സാർ പറഞ്ഞു, അതിൽ പിന്നെയും ഓർമ്മിപ്പിച്ചു, മറ്റേ ഫോട്ടോ കൊടുക്കില്ലേ, കൊടുക്കിട്ടടോ, അമ്മാർ വിൽക്കാൻ കച്ചവടക്കാരല്ലേ, കൊടുക്കിട്ട്, തനിക്കെന്താ, എനിക്കില്ലാത്ത പ്രയാസം തനിക്കെന്താന്ന്. അപ്പം മുരളീരൻ നേരെ അങ്ങ് ചിരിച്ചുകൊണ്ട് പോയി. അപ്പോഴും നേരെ ഇങ്ങനെ ആങ്ങി, പാർട്ടിക്കാരനാ, പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കും, അതുകൊണ്ടാണ് മുരളി എന്ന സാറ് നയനാർ വിളിക്കുന്നത്, മുരളി സാറിന്, മുരളിക്ക്. അപ്പം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. അന്ന് ഇങ്ങനെ സെക്യൂരിറ്റി ഒന്നുമില്ല, ആ കൊളാപ്സിബിൾ ഗേറ്റ് ഇങ്ങനെ എപ്പോഴും തുറന്നിട്ടേക്കും. ആ കൊളാപ്സിബിൾ ഗേറ്റിൻ്റെ ഇടതുവശത്തായിട്ട് പോലീസുകാർ നിൽക്കും. അങ്ങനെ തോക്കൊക്കെ എടുത്ത് അടിച്ചൊരു സല്യൂട്ട്. നയനാർ അപ്പോഴത്തേക്കൊരു 2 ചുവടങ്ങ് വെച്ചു തിരിച്ച് തൊപ്പിയിലിങ്ങനെ പിടിച്ച്. പോലീസുകാരൻ്റെ മുഖമൊക്കെ അങ്ങ് മാറിപ്പോയി. എന്തെങ്കിലും തെറ്റ് പറ്റിയോ? അടുത്ത് നിന്ന പോലീസുകാരൻ അങ്ങ് ആകെ ചെയ്തു. എനിക്ക് എന്താ ഇങ്ങനെ നയനാർ ചെയ്യുന്നത്, നമുക്കറിയില്ലല്ലോ, നയനാരെ കുറിച്ച് അറിയില്ല. മുഖം നോക്കാനാണ് ഞാൻ ഈ തൊപ്പി എടുത്തത്. ഇനി ഞാൻ വരുമ്പോൾ സല്യൂട്ട് ചെയ്യരുത്, താനെന്നാ ഓനെന്നാ സല്യൂട്ട് ചെയ്താൽ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ തൊപ്പി എടുത്തത് എന്ന് പറഞ്ഞിറങ്ങിപ്പോയി നയനാർ. അപ്പം അന്ന് തുടങ്ങിയ ഒരു പരിചയം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത മന്ത്രിസഭ ഉണ്ടാക്കുമ്പം അതിനിടയ്ക്ക് പലതവണ കാണുന്നു, സംസാരിക്കുന്നു, അടുപ്പമുണ്ട്. അപ്പം ഇടയ്ക്കൊരു ദിവസം ഉണ്ടായി. അപ്പം നയനാർ സിഗരറ്റ് ബീഡി വലിയാണല്ലോ. അപ്പോൾ പാർട്ടി കർശനമായി ഇടപെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പറഞ്ഞ് ഇങ്ങനെ പുക വലിക്കരുതെന്നൊക്കെ പറഞ്ഞ് നയനാർ ബീഡി വലിയ ദിനേശ് ബീഡി വലിയ നിർത്തി, പക്ഷെ സിഗരറ്റ് വലിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ഞാനൊരു ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുമ്പോൾ, നീ സിഗരറ്റ് വലിക്കൂ, സിഗരറ്റ് എനിക്ക് സിഗരറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് കൊടുക്കാമോ, കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ട്. ഞാൻ സിഗരറ്റ് കൊടുത്തു. അങ്ങനെ ആവശ്യത്തോടെ സിഗരറ്റ് വലിച്ച്. ഇടയ്ക്കിടയ്ക്ക് വാ, സിഗരറ്റും വാങ്ങിച്ചിട്ട് വാ എന്നത്. അപ്പം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ. പിന്നെ എനിക്കൊരു നയനാർക്ക് സിഗരറ്റ് വലിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്നെ ഈ പാർട്ടിക്കാരെല്ലാം കൂടെ തലമണ്ടയിലിട്ട് അടിച്ചു തരും. എനിക്കൊരു പേടിയുമുണ്ട്. അപ്പം ഈ മുരളി സാറിന് അറിയാം ഞാൻ ഈ സിഗരറ്റും കൊണ്ടാണ് വരുന്നത്. 3 സിഗരറ്റും കൊണ്ടുപോകും. 2 നയനാർക്ക് ഒരു 8:30 മണിക്ക് ശേഷം, 8:30ക്ക് 9 മണി പോകും. 9 മണിക്കുള്ള മറ്റേ വാർത്ത കേൾക്കണം. അത് 2 വാർത്ത ഒരുമിച്ച് കേൾക്കുന്നതിനാൽ ഈ ടി വിയിൽ 9 മണിക്കൊരു വാർത്തയുണ്ട്, മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ വളരെ മസ്റ്റാണ്. പുള്ളി ഒരു പോക്കറ്റ് കൊണ്ടു കിടക്കുന്ന സാധനം, ഒരു പോക്കറ്റ് റേഡിയോ, ചെറിയൊരു പോക്കറ്റ് റേഡിയോ, പിന്നെ ഒരു കൊച്ചു ഡയറി, മറ്റേ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വിസിറ്റിംഗ് ഉള്ള സാധനം, അതൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. പിന്നെ നയനാർ പിന്നെ എത്ര കട്ടിങ്ങുകളുണ്ട്, പ്രസംഗിക്കാനുള്ള സൂത്രങ്ങൾക്കുള്ളൊരു മാറ്റർ ഉണ്ടാക്കുന്ന ഒരു വെട്ടി ഡയറിക്കകത്ത്. അതായത് കേരള ഗവൺമെൻറ് ഇങ്ങനെ ഈ പോക്കറ്റ് ഇടുന്നൊരു പോക്കറ്റ് ഡയറി. അപ്പോൾ ഇത് രണ്ടും കേൾക്കും. ഈ റേഡിയോ വെച്ച് ഇങ്ങനെ ചെവി വെച്ച് ഇതും കേൾക്കും, ന്യൂസും കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റൊക്കെ കേൾക്കുള്ളൂ, അത് കഴിഞ്ഞാണ് ഇറങ്ങുന്നത്. അപ്പം 2 സിഗരറ്റ് നയനാർ വലിക്കും, 1 എൻ്റെ അടുത്ത് വലിക്കും. ഈ 3 കുറ്റിയും എടുത്ത് കളയേണ്ടത് എൻ്റെ ജോലി. ഞാൻ കൊണ്ടുപോകും, പുറത്ത് കൊണ്ടുപോകണം, അവിടെ ഇട്ടിട്ട് പോകാൻ പാടില്ല. അപ്പം മുരളി സാർ ഇതിൻ്റെ കണ്ണാടിയുടെ ഇടയിൽ കൂടെയൊക്കെ വന്ന് നോക്കും. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുകയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ അറിയാം, ചിരിപ്പിക്കരുത്, ഇതാണ്, വേറെ ഒന്നുമില്ല. വീട്ടിൽ ചില നിയന്ത്രണമുണ്ട്, AK സെൻറ്ററിൽ നിയന്ത്രണമുണ്ട്, മറ്റേ പോകുമ്പോൾ വാര്യരുടെ കൂടെ പോകും, ബാലേന്ദ്ര ഭക്ഷണമൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ദിവസം, അടുത്ത ദിവസം പോയപ്പോൾ സിഗരറ്റ് കൊണ്ടുപോയില്ല. അപ്പം നയനാർ വളരെ വയലൻ്റായി. ഞാൻ പിന്നെ മുരളി സാറേ പോകും, 2 സിഗരറ്റൊന്നും വലിച്ചിട്ട് ഇതൊക്കെ കേടാവേണ്ട സാധനമൊക്കെ ഇതിനകം കേടായി കഴിഞ്ഞിരിക്കുകയും ചെയ്യും, അതുകൊണ്ട് ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ എന്നടുത്ത് പറഞ്ഞു, സിഗരറ്റ് ഞാൻ കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ സിഗരറ്റ് വലി നിർത്തി. പാർട്ടി സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചു സിഗരറ്റ് വലിക്കരുത്, പുക വലിക്കരുതെന്ന് തീരുമാനിച്ചു. ഞാൻ സിഗരറ്റ് വലി നിർത്തി. ഞാൻ പറഞ്ഞ നല്ല കാര്യം, വളരെ നല്ലത്, സഖാവിൻ്റെ ആരോഗ്യത്തിന് അതാണ്. പിന്നെ എൻ്റെ ആരോഗ്യം വലിയ പ്രശ്നമാണ്, പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച്. അപ്പം ഞാൻ നയനാർ സിഗരറ്റ് വലിക്കുന്ന അന്നൊരു സിഗരറ്റ് വലി നിർത്തുന്ന ഒരു വലിയ വാർത്തയാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പ്രസ് ക്ലബ്ബിലും അവിടെ എങ്ങാണ്ട ചെന്നു. അപ്പോൾ ഒരു 9:15 കണ്ടായി. ഞാൻ പെട്ടെന്നൊരു വാർത്ത ഫോണിൽ വിളിച്ചു കൊടുത്തു, ഇങ്ങനെ നയനാർ പുകവലി നിർത്തി. ഫ്രണ്ട് പേജിൽ ഒരു കുഞ്ഞു വാർത്ത, നയനാർ പുകവലി നിർത്തി.
വലിയ ചർച്ച പാർട്ടിക്കാർക്കിടയിൽ, ഭയങ്കര പത്രങ്ങൾക്കാർക്കിടയിൽ. അപ്പോൾ നയനാർ പോയിട്ട് എഴുതി, അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടി. നയനാർ വാർത്തയാക്കാനല്ല, ചുമ്മാ അങ്ങ് പറഞ്ഞതാണത്. അപ്പോൾ അടുത്ത ദിവസം കലാമതിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി അനൂപ് കാണാൻ പോയി സെക്രട്ടേറിയറ്റിൽ. അപ്പം അനൂപ് ചെന്ന് പറഞ്ഞാൽ ആ പുകവലിയൊക്കെ നിർത്തി. അപ്പോൾ അനൂപിനും ഇതിപ്പോൾ എന്നെ പോലെ പരിചയവും അടുപ്പമൊക്കെ ഉണ്ട്. പുകവലിയൊക്കെ നിർത്തി എന്നിട്ട് ആര് പറഞ്ഞു പുകവലി നിർത്തി? കേരളത്തിൽ വാർത്ത വന്ന് ആ പൊട്ടനെ ഞാൻ പറ്റിച്ചല്ലേ എന്ന്. തീപ്പെട്ടിയെടുത്ത് മേശപ്പുറത്ത് ആ പൊട്ടനെ ഞാൻ പറ്റിച്ചല്ലേ. ഇതാണ് നയനാർ. ഇനി വാക്കിലെ ശരിയും തെറ്റുമായി SD പ്രിൻസ്. പാടിപ്പതിഞ്ഞ പാട്ടും മനസ്സിൽ പതിഞ്ഞ പാഠവും ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടും മനസ്സിൽ നിന്ന് അങ്ങനെ പോവുകയില്ല. എന്ന് മാത്രമല്ല, രണ്ടിൻ്റെയും യുക്തിയെപ്പറ്റി നമ്മൾ പലപ്പോഴും ആലോചിക്കാറുമില്ല. പഠിച്ച് പാടിയത് തെറ്റോ ശരിയോ എന്ന് പോലും നോക്കാറില്ല. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, വ്യാകരണം പഠിക്കുന്ന കാലത്ത് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും ഒക്കെ വിശദീകരിക്കുമ്പോൾ രാമ കിൽഡ് എ സ്നേക്ക് എന്നൊരു വാക്യം ഓർമ്മയുണ്ടാകും. ഇത് പലരും പറഞ്ഞും പഠിച്ചും പഠിപ്പിച്ചും വന്ന് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും പഠിപ്പിക്കുമ്പോൾ രാമനും പാമ്പും ഇല്ലാതെ രക്ഷയില്ല എന്നൊരു സ്ഥിതിയായി. സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ കോഴി കൂവുന്നു എന്നതിന് കുക്കുടാഹ കൂജന്ത് എന്ന് ഒരു മുദ്രാവാക്യം പോലെ പറഞ്ഞു നടക്കും. അതുപോലെ ഹിന്ദി പഠിക്കുന്നവർ ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹെ എന്ന് എങ്ങനെയോ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. മുദ്രാവാക്യങ്ങൾ മനസ്സിൽ പതിയുന്നത് പോലെ ഇത്തരം വാക്യങ്ങളും മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും. അതിന് പിന്നിലുള്ള യുക്തിയോ ശരിതെറ്റോ ഒന്നും നമ്മൾ തിരക്കാറേയില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു ശീർഷകം കണ്ടത്, രാഷ്ട്രഭാഷ പഠിക്കാനുള്ള അവസരമെന്ന രീതിയിൽ ഒരു ശീർഷകം. രാഷ്ട്രഭാഷ പഠിക്കാൻ ഹിന്ദി സീഖോ കോഴ്സ് എന്നാണ് ആ ശീർഷകം. ഏതാണ് ഈ രാഷ്ട്രഭാഷ എന്ന് പറയുന്നത്? നമുക്കങ്ങനെ ഒരു രാഷ്ട്രഭാഷ ഇല്ല. ഹിന്ദിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മറ്റു ഭാഷകളെപ്പോലെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജാണ്, അതായത് രാജ്ഭാഷയാണ്. അതിനെ രാഷ്ട്രഭാഷ എന്ന് നമ്മുടെ ഒരു ധാരണപ്പശക് മൂലം പറഞ്ഞ് നമ്മളങ്ങ് വിശ്വസിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമോ തർക്കമോ തോന്നുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രാജ്ഭാഷാ വിഭാഗം നോക്കിയാൽ മതി, അതായത് ഹിന്ദി വിഭാഗം നോക്കിയാൽ മതി. അവിടെ കൊടുത്തിട്ടുള്ളത് രാജ്ഭാഷ എന്നാണ്, അല്ലാതെ രാഷ്ട്രഭാഷ എന്നല്ല. ഭരണഘടനയും ഒരു രാഷ്ട്രഭാഷയുടെ കാര്യം പറയുന്നേയില്ല. വസ്തുത ഇതായിരിക്കെ ഹിന്ദി എന്ന ഭാഷയെ രാഷ്ട്രഭാഷ എന്ന് ഒന്നുകൂടി പറഞ്ഞു ഫലിപ്പിക്കാൻ നോക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പത്രമാധ്യമങ്ങളിലെ ഭാഷയെ പണ്ടൊക്കെ അച്ചടി ഭാഷ എന്ന് പറയുമായിരുന്നു. അതായത് മാനകീകരിക്കപ്പെട്ട ഒരുതരം ഭാഷയാണ്. പ്രാദേശിക വ്യതിയാനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു ഏകരൂപം കൊണ്ടുവന്നിട്ടുള്ള ഭാഷ. പത്രവാർത്തകൾ സാധാരണമായി ഇത്തരം ഭാഷയാണ് കാണുക, അല്ലാതെ പ്രാദേശിക രൂപത്തെ അധികം ഉപയോഗിക്കാറില്ല. എന്നാൽ ഈയിടെയായി പ്രാദേശിക പ്രയോഗങ്ങൾ കൂടുതലായി പത്ര എഴുത്തിൽ കടന്നു വരുന്നുണ്ട്. ഒരു മദ്യശാല ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ എത്തിയ ആളുകളെ ഗ്ലാസ് കൊണ്ട് എറിഞ്ഞ് ഓടിക്കുന്ന ഒരു കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിൻ്റെ വാർത്ത ഒരു പത്രത്തിൽ വന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്: മദ്യപിക്കാനെത്തിയ ആളെ ഗ്ലാസ്സിനെറിഞ്ഞ് എന്നാണ് കാണുന്നത്. അതായത് ഗ്ലാസ് കൊണ്ടെറിഞ്ഞു എന്ന് പറയുന്നതിന് പകരം ഗ്ലാസ്സിനെറിഞ്ഞു എന്ന് പറയുക. കോടാലിക്ക് വെട്ടി, വെട്ടുകത്തിക്ക് കൊത്തി എന്നൊക്കെ പറയുന്ന നാടൻ പ്രയോഗത്തിൻ്റെ മറ്റൊരു രൂപം. ഇതേ വാർത്ത മറ്റൊരു പത്രത്തിൽ വന്നപ്പോൾ അവിടെ ഗ്ലാസ് കൊണ്ടെറിഞ്ഞു എന്നാണ് കണ്ടത്. പക്ഷേ ശീർഷകത്തെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. കാരണം അവിടെ വിഷയം മദ്യമായതുകൊണ്ട് കുറച്ചൊന്ന് രസകരമാക്കണമെന്ന് ഒരു പഴയ കാഴ്ചപ്പാടുണ്ട്. സ്മോൾ തർക്കം ലാർജ് അടി എന്നാണ് അവിടുത്തെ ശീർഷകം. അതേ പത്രത്തിൽ ബ്രൂവറി വിഷയത്തെക്കുറിച്ച് ഒരു വാർത്ത വന്നു. ബ്രൂവറി എന്നാൽ മദ്യനിർമ്മാണശാലയാണ്. ബ്രൂവറിയിൽ നുരയുന്നത് എന്നാണ് അവിടുത്തെ ശീർഷകത്തിൽ കാണുന്നത്. സാധാരണമായി മദ്യമൊക്കെ നുരയുമെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. മദ്യനിർമ്മാണശാല അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള വിവാദത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സാധാരണമായി വിവാദം പുകയുന്നു എന്നൊക്കെയാണ് എഴുതാറുള്ളത്, വിവാദം തിളയ്ക്കുന്നു എന്നൊക്കെ എഴുതാറുണ്ട്. ഇവിടെ വിവാദം നുരയുന്നു എന്ന മട്ടിലാണ് വന്നത്. ഈ നുരയുന്നു എന്ന പ്രയോഗം ഇത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലുമുണ്ട്. ബ്രൂയിങ് എന്നാണ് പറയുന്നത്. അത് ബ്രൂവറി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ബ്രൂയിങ് എന്നുള്ള ഒരു വാക്ക്. A.G. ഗാർഡിനറുടെ വളരെ പ്രശസ്തമായ ഓൾ അബൌട്ട് എ ഡോഗ് എന്ന ഒരു ലേഖനമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഐ സോ ട്രബിൾ ബ്രൂയിങ്, അതായത് ഒരു സ്ഥലത്ത് പ്രശ്നം ഉടലെടുക്കുന്നത് എനിക്ക് കാണാനായി എന്നാണ് പറയുന്നത്. ഒരേ വാർത്ത പല പത്രങ്ങളിൽ പല രീതിയിൽ കാണാനാവുമെന്നതാണ് പത്രവായനയുടെ
രസങ്ങളിലൊന്ന്. PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ച ഒരു വാർത്ത കണ്ടിരുന്നു. ശമ്പളവും പെൻഷനും വാരിക്കോരി എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. മറ്റൊരിടത്ത് വർധന വെറും 1.6 ലക്ഷം എന്ന് കളിയാക്കുന്ന രൂപത്തിൽ. പല സ്ഥാപനങ്ങളെയും വെള്ളാന എന്ന് വിളിച്ച് ശീലമുള്ള ആളുകളാണ് മലയാളികൾ. അതുകൊണ്ടാവാം ഇന്നൊരു ആനക്കഥയുടെ കാര്യം കൂടി ഓർമ്മ വരുന്നത്. തൃശ്ശൂരിലെ ചാലക്കുടിയിൽ മയക്കുവടിയേറ്റ് പരിക്കേറ്റ ഒരു ആനയെ മറ്റൊരാന സഹായിക്കുന്ന വാർത്ത പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. പലയിടത്തും പല രീതിയിലായിരുന്നു അത് കണ്ടത്. എഴുത്തിൻ്റെ ഒരു ശൈലിയുടെ വ്യത്യാസമായിരുന്നു പ്രധാനമായും പറയാനുള്ളത്. ഈ ആനസ്നേഹത്തിൻ്റെ കഥയെ ഒരു പത്രം എഴുതിയിരുന്നത് മുറിവേറ്റ കൊമ്പന് കാടിൻ്റെ തുണ നാടിൻ്റെയും എന്ന്. സ്നേഹത്തിൻ്റെ ആനപ്പൊക്കം എന്നൊരു പത്രത്തിൽ കണ്ടിരുന്നു. മറ്റൊരു പത്രത്തിൽ വീഴല്ലേ പൊന്നെ എന്നുള്ള ഒരു ശീർഷകമാണ് കണ്ടത്. അവിടെ കാട്ടുകൊമ്പൻ എന്ന് ഉപശീർഷകത്തിൽ എഴുതിയിട്ടുണ്ട്. വാർത്തയ്ക്കകത്ത് എഴുതുമ്പോൾ കാട്ടുകൊമ്പൻ എന്ന് ഇരട്ടിച്ചു പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു എന്ന്. ആന തൻ്റെ തുമ്പിക്കൈ അല്ലാതെ വേറെ തുമ്പിക്കൈ കൊണ്ടുവരുമോ? അപ്പോൾ തൻ്റെ എന്നത് അവിടെ പറയേണ്ട കാര്യമേ ഇല്ല. മറ്റൊരു പത്രത്തിൽ ഇതുപോലെ തൻ്റെ എന്നില്ലാതെ തുമ്പിക്കൈ കൊണ്ട് എന്ന് മാത്രം കൃത്യമായി എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ എഴുത്തിൻ്റെ രീതി നമ്മൾ മറന്നു പോകുന്നുവെന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഒരു ശീർഷകം കണ്ടിരുന്നു, വരിക വാർത്തിങ്കളെ എന്ന്. വാർത്തിങ്കളെ എന്നായിരുന്നു അവിടെ എഴുതിയിരുന്നത്. സാധാരണമായി ഈ വാർത്തിങ്കൾ എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഒന്നുകിൽ എന്ന അക്ഷരം ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ ത എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു വരയിടും, ഒരു ചിഹ്നമിടും. ഇപ്പോൾ വാർക്കുക എന്നത് എഴുതുമ്പോൾ ഇരട്ടിച്ച കായുടെ മുകളിൽ ഒരു ചിഹ്നമിടും, വാർക്കുക എന്ന് വായിക്കാനായി. ഇവിടെ വാർത്തിങ്കളെ എന്ന് ഒരു തായുടെ മുകളിലാണ് ഒരു ചിഹ്നം ഇട്ടിരിക്കുന്നത്. സാധാരണമായി വ്യഞ്ജനം ഇരട്ടിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ചിഹ്നം ഇടാറുള്ളൂ. അല്ലാതെയുള്ള അക്ഷരങ്ങൾക്ക് മേൽ ഇതുപോലുള്ള ചിഹ്നം ഉപയോഗിക്കാറില്ല. ഒരുപക്ഷെ മലയാളത്തിൽ എഴുതുന്ന രീതി നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാവും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണുന്നത്. അച്ചടി സാങ്കേതികവിദ്യ ലളിതവും ജനകീയവുമൊക്കെ ആയപ്പോൾ പ്രൂഫ് റീഡിംഗ് എന്നൊരു പരിപാടി പത്രങ്ങളിൽ ഇല്ലാതായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ പല അക്ഷരങ്ങളും ചേർന്നിടുന്നാലും ആരും അറിയാത്തത്. കഴിഞ്ഞ ദിവസം മുളവുകാട് സ്വദേശിയായ ഒരാൾ പോലീസിൽ പരാതി നൽകിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബറിലാണ് മുളവുകാട് സ്വദേശി പരാതി നൽകിയത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിസംബറിലാണ് എന്നതിൻ്റെ അവസാന അക്ഷരവും മുളവുകാട് എന്നതിൻ്റെ ആദ്യ അക്ഷരവും തമ്മിൽ അങ്ങ് ചേർന്ന് പോയി. അതുകൊണ്ട് ഉണ്മ എന്നൊക്കെ എഴുതുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് അവിടെ കണ്ടത്. വികലമായ ഭാഷാരീതി പല രീതിയിൽ പത്രങ്ങളിലേക്ക് വരാം. ചിലപ്പോൾ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതാവാം, ചിലപ്പോൾ പരസ്യം വഴിയും വരാം. സാധാരണമായി പരസ്യ വിഭാഗം നൽകുന്ന കാര്യങ്ങൾ വലിയ തോതിലുള്ള തിരുത്തൊന്നും ഇല്ലാതെയായിരിക്കും പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം ഒരു ചരമവാർഷിക പരസ്യത്തിൽ ഇങ്ങനെ കണ്ടത്, തീരാദുഃഖത്തിൻ്റെ 10ാം ചരമവാർഷികം. സത്യത്തിൽ തീരാദുഃഖത്തിൻ്റെ 10ാം വാർഷികം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തീരാദുഃഖത്തിൻ്റെ 10 വർഷം എന്ന് പറഞ്ഞാൽ മതി. തീരാദുഃഖത്തിൻ്റെ 10ാം ചരമവാർഷികം എന്ന് പറയുമ്പോൾ ഈ തീരാദുഃഖത്തിൻ്റെ ചരമം ആണോ എന്നുകൂടെ തോന്നിപ്പോകും. ഇത് പറയാൻ കാരണം പല ചരമ പരസ്യങ്ങളിലും ഇത് വരുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുമുള്ള വിവർത്തനം പലപ്പോഴും ചിരിക്ക് വക നൽകാറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ അനുമതി കൊടുക്കുന്ന കാര്യം വാർത്തയായി വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മുൻ വൈസ് ചെയർമാൻ ശ്രീ TP ശ്രീനിവാസനെ പണ്ടൊരു വിദ്യാർത്ഥി നേതാവ് കയ്യേറ്റം ചെയ്ത വാർത്ത വീണ്ടും വന്നിരുന്നു. പലരും അത് ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇതേ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നിൽ കണ്ടപ്പോൾ അതിൻ്റെ വിവർത്തനവും അതിൻ്റെ കൂടെ കണ്ടിരുന്നു. TP ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്തു എന്നാണ് മലയാളത്തിലുള്ള വാർത്ത. പക്ഷേ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നതാകട്ടെ SFI ആക്ടിവിസ്റ്റ് അറ്റാക്ഡ് ബൈ TP ശ്രീനിവാസൻ എന്ന്. അതായത് വാദി അവിടെ പ്രതിയായ അവസ്ഥ. വിവർത്തനത്തിലൂടെ അർത്ഥം മാറുമെന്ന് കേട്ടിട്ടുണ്ട്. വാദി പ്രതിയാകുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. മാധ്യമജാലകം തീരുന്നു. അടുത്ത അധ്യായവുമായി കാണാം.